അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ വോയേജ് ഇൻകംപ്ലീറ്റ് ആണ്. എക്സ്പെൻസും ഇൻകവും തന്നിരിക്കുന്ന എൻ്റയർ വോയേജിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ചെറിയ ഡിപ്രിസിയേഷനൊക്കെ ബന്ധപ്പെട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ KGC നായർ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നമ്മൾ ഇല്ലുസ്ട്രേഷൻ 8 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേഷൻ 7 നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇല്ലുസ്ട്രേഷൻ 8-ൻ്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇല്ലുസ്ട്രേഷൻ 7 നിങ്ങൾക്ക് സ്വയമേ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് 8-ലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഇൻകംപ്ലീറ്റ് വോയേജ് ആണ്. വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊൽക്കത്തയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കൊൽക്കത്തയിൽ നിന്നല്ല, വിശാഖപട്ടണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, കൊൽക്കത്തയിൽ എത്തിച്ചേരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ February 1-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ March 1 നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. പക്ഷേ ഇതുവരെ നമ്മുടെ വോയേജ് തിരിച്ചു വന്നിട്ടില്ല, റിട്ടേൺ ജേർണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ പേരാണ് കല്യാണി. കല്യാണി എന്താണ്? വിശാഖപട്ടണത്തിൽ നിന്ന് തിരിച്ച് കൊൽക്കത്തയിൽ നിന്ന് തിരിച്ച് വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചുള്ള യാത്രയുടെ പകുതി ഭാഗമേ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെൻസുകളെല്ലാം എന്ന് പറഞ്ഞാൽ എൻറ്റയർ വോയേജിൻ്റെയാണ്. തന്നിരിക്കുന്ന എക്സ്പെൻസുകളെല്ലാം എന്ന് പറഞ്ഞാൽ മൊത്തം വോയേജിൻ്റെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഈ പറഞ്ഞ ഇൻഷുറൻസും ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട ചില അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞ പോലെ ടോട്ടൽ ഫ്ലൈറ്റ് ചാർജസ് ഇൻകം ആണ്, പോർട്ട് എക്സ്പെൻസ് ആണ്, സാലറി എക്സ്പെൻസ് ആണ്, കൺസപ്ഷനൊക്കെ എക്സ്പെൻസ് ആണ്, ഇൻഷുറൻസ് ഷിപ്പിൻ്റെ വോയേജിനുമായി ബന്ധപ്പെട്ടതാണ്, എക്സ്പെൻസ് ആണ്, ഫ്ലൈറ്റിൻ്റെ ഇൻഷുറൻസ് എക്സ്പെൻസ് ആണ്, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം റിട്ടേൺ ജേർണി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രൈമേജ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ 10% ആണ്. അഡ്രസ് കമ്മീഷൻ ഫ്ലൈറ്റിൻ്റെയും പ്രൈമേജിൻ്റെയും കൂടെ 5% ആണ്. പക്ഷേ ഇങ്ങനെ നോക്കിക്കേ, ഇൻവേർഡ് ജേർണിയുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. ടോട്ടൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 8 lakh ആണ്. ഇൻവേർഡ് ആണ് 3 lakh. അപ്പോൾ ഔട്ട്വേർഡ് ജേർണി എത്ര ആയിരിക്കും? 5 lakh ആയിരിക്കും. 8 lakh മൈനസ് 3 lakh 5 lakh ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ജേർണിയിലാണ്, അതായത് കല്യാണി റിട്ടേൺ ജേർണിയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വർക്കിംഗ് നോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് അത് നമ്മൾ വോയേജ് അക്കൗണ്ടിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് വർക്കിംഗ് നോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ വോയേജ് അക്കൗണ്ട്. പോർട്ട്, സാലറീസ്, കോൾ, സ്റ്റോർസ്, ഇൻഷുറൻസ് ഫോർ ഫ്ലൈറ്റ്, ഡിപ്രീസിയേഷൻ, എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ആസ് യൂഷ്വൽ ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഔട്ട്ബോർഡ് എന്ന് പറയുമ്പോൾ 8 lakh മൈനസ് 3 lakh ആണ്. ഇവിടെ ഒരു 0 കുറവുണ്ട്. 8 lakh മൈനസ് 3 lakh ആണ്. എത്ര കിട്ടും? 5 lakh ആണ്. ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. ഒന്ന് സൂക്ഷിക്കണം, കാരണം ഇൻവേർഡ് ജേർണി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ നമുക്ക് എൻറ്റയർ ഇൻകം നമുക്കിവിടെ കാണാം. ഈ ക്രെഡിറ്റ് മാറ്റാൻ വേണ്ടി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വോയേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ അണ്ടറിൽ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കാണിക്കാവുന്നതേ ഉള്ളൂ. പ്രൈമേജ് ഞാൻ സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചു, കാരണം നമുക്ക് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം എമൗണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഔട്ട്ബോർഡ് അതുപോലെ തന്നെ ഇൻബോർഡ് ഞാൻ സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചു. പിന്നീട് ഞാൻ വർക്കിംഗ് നോട്ടിലേക്ക് പോവുകയാണ്. വർക്കിങ്ങിലേക്ക് നോക്കിപ്പോയിക്കേ. വർക്കിംഗ് നോട്ട് എന്ന് പറയുമ്പോൾ വോയേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ ഓൺ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ട വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ടോട്ടൽ എക്സ്പെൻസിൻ്റെ ഹാഫ്. കാരണം ഇൻവേർഡ് ജേർണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഔട്ട്വേർഡ് ജേർണി മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ അൺഇൻകേർഡ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇതുവരെ ഇൻകർ ആയിട്ടില്ല. അപ്പോൾ ഹാഫ് ഓഫ് ദ ടോട്ടൽ എക്സ്പെൻസ് പ്ലസ് ഫ്ലൈറ്റ് ഇൻഷുറൻസ്, ഇൻവേർഡ് ജേർണിയുടെ ഫ്ലൈറ്റ് ഇൻഷുറൻസ്, ഇൻവേർഡ് ജേർണിയുടെ അഡ്രസ് കമ്മീഷൻ, ഇവയെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ വോയേജ് ഇൻ പ്രോഗ്രസ്സിന് നേർക്ക് എഴുതേണ്ട തുകയെന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസുകളെല്ലാം കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. അതിൻ്റെ പകുതി എടുത്തു. ഫ്ലൈറ്റ് ഇൻഷുറൻസ് 15,000. ഈ 15,000 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഫോർ ഫ്ലൈറ്റ് ഇൻവേർഡ് ജേർണി അല്ലേ. അപ്പം ഞാൻ നോക്കിക്കേ, ഇൻവേർഡ് ഫ്ലൈറ്റ് പ്രൈമേജ്, ഇൻവേർഡ് ഫ്ലൈറ്റ് പ്ലസ് പ്രൈമേജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്ലൈറ്റ് പ്ലസ് പ്രൈമേജ് ഇൻറ്റു ടോട്ടൽ ഫ്ലൈറ്റ് ഇൻഷുറൻസ്. അതായത് നമ്മളുടെ ആകെ ഫ്ലൈറ്റിൻ്റെയും പ്രൈമേജിൻ്റെയും തുക, ആ തുക കൊണ്ട് ഈ പറയുന്ന ഇൻവേർഡ് ഫ്ലൈറ്റ് ആൻഡ് പ്രൈമേജ് ഇൻവേർഡ് ഫ്ലൈറ്റ് ആൻഡ് പ്രൈമേജിൻ്റെ തുകയെ ഹരിക്കുമ്പോൾ ആ കിട്ടുന്ന തുക കൊണ്ട് ഈ പറയുന്ന ടോട്ടൽ ഫ്ലൈറ്റ് ഇൻഷുറൻസ്
കാരണം നമുക്ക് ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ബോർഡും ഇൻബോർഡും കൂടെ ചേർന്നതാണ്. അതിൽ ഇൻബോർഡിൻ്റെ എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 15,000 നമുക്ക് ലഭിച്ചു. ഈ 15,000 ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, 15,000. ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ് കമ്മീഷൻ അല്ലേ? അഡ്രസ് കമ്മീഷൻ്റെ ഇൻബോർഡ് അഡ്രസ് കമ്മീഷൻ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ്ലി ഈ പറയുന്ന ഫ്രൈറ്റും പ്രൈമേജും ഔട്ട്ബോർഡ് എന്ന രീതിയിലും ഇൻബോർഡ് എന്ന രീതിയിലും സെപ്പറേറ്റ് കണ്ടുപിടിച്ചത്. നോക്കിക്കേ, ഇൻവേർഡ് ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ്, ഇൻവേർഡ് ഫ്രൈറ്റിൻ്റെയും പ്രൈമേജിൻ്റെയും 5% അഡ്രസ് കമ്മീഷൻ. 16,500. ആ 16,500 ആണ് ഞാൻ ഇവിടെ 16,500 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ നമുക്കാണ് വോയേജിൻ്റെ ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്നത്. പക്ഷേ ആ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ബോർഡ് ജേണിയുടെ ഉണ്ട്, ഇൻവേർഡ് ജേണിയുടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻവേർഡ് ജേണിയുടെ ഡിപ്രീസിയേഷൻ എത്രയാണ്? അത് നമ്മൾ ഇൻവേർഡ് ജേണിയുടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ചെറുതായിട്ടൊരു വർക്കിംഗ് നോട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വർക്കിംഗ് നോട്ട് ഇതാണ് നമ്മളുടെ വർക്കിംഗ് നോട്ട്. ശ്രദ്ധിച്ചു നോക്കിക്കുകയും കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് ഇൻവേർഡ് ജേണി, ഇൻവേർഡ് ജേണിയുടെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കാരണം ഇൻവേർഡ് ജേണി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇൻവേർഡ് ജേണി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടോട്ടൽ വോയേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100 ആയിട്ട് അങ്ങ് കണക്കാക്കും. ടോട്ടൽ വോയേജ് എത്രയാണ്? 100. സപ്പോസ് 100 ആയിട്ട് കണക്കാക്കും. അങ്ങനെയാണ് ഔട്ട്ബോർഡ് വോയേജ് എത്രയായിരിക്കും? 50. ഇൻവേർഡ് എത്ര ആയിരിക്കും? 50. കാരണം ടോട്ടൽ വോയേജ് 1 ആണെങ്കിൽ ഔട്ട്ബോർഡ് വോയേജ് ഹാഫ് ആയിരിക്കും, ഇൻവേർഡ് വോയേജും ഹാഫ് ആയിരിക്കും. അങ്ങനെ ഹാഫ് കൂട്ടുമ്പോഴാണ് 1 വരുന്നത്. അതേ സെൻസിൽ തന്നെ വോയേജ് ടോട്ടൽ വോയേജിന് എത്രയായിട്ട് നമ്മളങ്ങ് അസ്യൂം ചെയ്യും? 100 ആയിട്ടങ്ങ് അസ്യൂം ചെയ്യും. അപ്പോൾ പകുതി ഔട്ട്ബോർഡ് വോയേജ് എന്ന് പറഞ്ഞാൽ പകുതിയാണ്, ബാക്കി പകുതി ഇൻവേർഡ് വോയേജ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 50 + 50 എടുത്തത്. ഈ പ്രോബ്ലത്തിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ഓഫ് ദ ഇൻവേർഡ് ജേർണി ഈസ് കംപ്ലീറ്റഡ്. ഇൻവേർഡ് ജേർണിയുടെ പകുതി, അതായത് ഇൻവേർഡ് ജേർണി എന്ന് പറഞ്ഞാൽ മൊത്തം 50 ആണ്. മൊത്തം ഇൻവേർഡ് ജേർണി കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ 50. ഇൻവേർഡ് ജേർണി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയില്ല. പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ ഇൻവേർഡ് വോയേജ് നമുക്ക് 50 ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇൻവേർഡ് വോയേജിൻ്റെ തിരിച്ചുള്ള യാത്രയുടെ പകുതിയായിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 50ൻ്റെ പകുതി എത്രയാണ്? 25. ദാറ്റ് മീൻസ് 25 പോർഷൻ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കി 25 എന്തില്ല? കംപ്ലീറ്റ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് ടോട്ടൽ കംപ്ലീറ്റഡ് പോർഷൻ ഓഫ് വോയേജ് മൊത്തം എത്ര കംപ്ലീറ്റ് ആയി? ആദ്യത്തെ ഔട്ട്ബോർഡ് ജേർണിയുടെ 50, ഔട്ട്ബോർഡ് ജേർണിയുടെ 50. പിന്നെ ഇൻവേർഡ് ജേർണിയുടെ പകുതി, ഇൻവേർഡ് ജേർണി 50 ആണ്. ആ 50 പൂർണ്ണമായിട്ടില്ല. 50ൻ്റെ പകുതി 25. മൊത്തം എത്ര കംപ്ലീറ്റ് ആയിട്ടുള്ളൂ? 75 കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര കംപ്ലീറ്റ് ആവാനുണ്ട്? 25 ഭാഗം കൂടെ കംപ്ലീറ്റ് ആവാനുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ കംപ്ലീറ്റ് ആയതിൻ്റെ ബേസിൽ വെച്ച് നിന്ന് മാത്രമേ ഇൻകംപ്ലീറ്റ് നമ്മൾ പറയാൻ സാധിക്കത്തുള്ളൂ. കംപ്ലീറ്റ് ആയതിൻ്റെ ബേസ് മൊത്തം എത്ര കംപ്ലീറ്റ് ആയി? 75. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഇൻകംപ്ലീറ്റിൻ്റെ കാര്യം നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറയുമ്പോൾ 25/75 നമ്മൾ 25 കൊണ്ട് വെട്ടുമ്പോൾ 25, 25 × 1 എന്ന് പറയുമ്പോൾ 1 ആണ്. 25 × 3 എന്ന് പറയുമ്പോഴാണ് 75 കിട്ടുന്നത്. അപ്പോൾ 25 കൊണ്ട് മുകളിലും താഴെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/3. ദാറ്റ് മീൻസ് ഇൻകംപ്ലീറ്റഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ബോർഡ് ജേർണിയുടെയും ഇൻവേർഡ് ജേർണിയുടെയും ആണ്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ഇൻവേർഡ് ജേർണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇൻവേർഡ് ജേർണി കണ്ടോ, 80,000 രൂപ. 80,000ന് 1/3 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 1/3 പോർഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. 1/3 പോർഷൻ ഈസ് ഇൻകംപ്ലീറ്റഡ്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ കേസ് വരുമ്പോഴത്തേന് ഇത്രയും പോകും എന്ത് ചെയ്തില്ല? ഇൻകംപ്ലീറ്റഡ് ആണ്. അപ്പോൾ 80,000 × 1/3 എന്ന് പറയുമ്പോൾ 26,667. ഇതിൻ്റെ ഇൻകംപ്ലീറ്റഡ് പോർഷൻ ആണ്. കണ്ട്, ഇതാണ് ഇൻകംപ്ലീറ്റഡ് പോർഷൻസ്. ഇൻകംപ്ലീറ്റഡ് പോർഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,63,167 നമുക്ക് ലഭിച്ചു. ഈ എമൗണ്ടിൻ്റെ ഡെബിറ്റ് എഫക്റ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ഇവ എന്ത് ചെയ്യുന്നു? വോയേജ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ 2,63,167 നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇനി ബാക്ക് ടു നമുക്ക് ഇതിലേക്ക് വരാം, നമ്മുടെ വോയേജ് അക്കൗണ്ടിലേക്ക് വരാം. വോയേജ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കിക്കേ, വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പോൾ കിട്ടിയ എമൗണ്ട് നമ്മൾ എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഡെബിറ്റ് എഫക്റ്റ് മാറ്റാൻ വേണ്ടി നമ്മളിത് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതാണ് ഇൻവേർഡ് ഇൻകം. ഈ ഇൻകം നമ്മൾ ഇതുവരെ ഏൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു?
ക്രെഡിറ്റ്സ് ഡെബിറ്റ് സൈഡിൽ വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ആ അൺഏൺഡ് ഇൻകം, ഇതുവരെ ഏൺ ചെയ്യാത്ത ഇൻകത്തിൻ്റെ എഫക്റ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു, കൂട്ടുമ്പോൾ നമുക്ക് ഒന്നീ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പ്രോബ്ലത്തിൽ നമുക്ക് ലഭിക്കുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്, നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം ഇവിടെ വേണം എഴുതേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറിയുള്ളൊരു ടാസ്ക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് എത്ര നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയമേ കണ്ടുപിടിക്കുക. നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എമൗണ്ട് ഇവിടെ നമ്മൾ കാണിക്കാഞ്ഞത്. കാരണം ഒരു പ്രോബ്ലം എങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നെങ്കിലും തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം ഇവിടെ എഴുതാമെന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ.